ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഔട്ട് ഓൺ ട്രിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കസോളിനടുത്തുള്ള ചോജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുരുദ്വാര സാഹിബ് മണിക്കരൻ ഒരു ടെമ്പിളാണ്. ആ ടെമ്പിളിലേക്ക് പോകണേന്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് നേരെ മണിക്കരൻ പിടിക്കാം. ഇപ്പോൾ സമയം ഉച്ചയായി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. പോണ വഴിക്ക് നൈസായിട്ട് എന്തെങ്കിലും കുത്തിക്കയറ്റിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നല്ല തിരക്കാണ്, അതുകൊണ്ട് ബസ് നടപടിയാവുമെന്ന് തോന്നണില്ല. നൈസായിട്ട് 2 കിലോമീറ്റർ ഉള്ളു, ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്. ആൾക്കാർക്ക് നടക്കാൻ പോലും വഴിയില്ലാത്ത രീതിയിലാണ് ബ്ലോക്ക്. നല്ല കലക്കം ബ്ലോക്ക്. അനങ്ങണ്ട, ഇവിടെ ഇരുന്നോ. ആൾക്കാരൊക്കെ വണ്ടി റോട്ടിൽ തന്നെ ഇട്ടിട്ട് നടക്കണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് വിശന്നപ്പോഴേക്കും നമ്മളൊന്ന് ഹോട്ടലിൽ കയറി. ഞാനുണ്ട് ഇവിടുത്തെ വ്യൂ. ബ്ലോക്ക് അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്, അവിടെ തന്നെ നടന്നു. നമ്മളുടെ ജീര റൈസും ഇങ്ങനെ ഇതെന്തായിരുന്നു കടായി ചിക്കനും. ജീര റൈസ് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് 4 റൊട്ടിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഫുഡ് വന്നത് തന്നെ ഒരു 20 മിനിറ്റ് പിടിച്ച്. ഇനി റൊട്ടി എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മണിക്കരണിലേക്ക് എന്തോ ഒരു ഘോഷയാത്ര പോലത്തെ എന്തോ പരിപാടി വന്നിട്ടുണ്ട്. അവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കൊടിയൊക്കെ ഇട്ടൊരു അപ്പൂപ്പം പോണണ്ട. അതേപോലത്തെ കുറേ സംഭവങ്ങൾ പുറകെ വരുന്നുണ്ട്, ഘോഷയാത്ര പോലെ. എന്താണെന്നറിയില്ല, നമുക്ക് എന്തെങ്കിലും പയ്യെ നടക്കാം. वही ऑफकोर्स मतलब गाड़ी
നമ്മളങ്ങനെ ഗുരുദ്വാര സാഹിബ് മണിക്കരനിലെത്തിയിട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ശിവൻ്റെയും പാർവതിയുടെയും രഥം കൊണ്ടുവന്നൊരു ചടങ്ങായിരുന്നു. ഈ മണിക്കരന് പേര് വരാൻ കാര്യം എന്താണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശിവനും പാർവതിയും വർഷങ്ങളോളം തപസ്സിരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ വെച്ച് പാർവതി ദേവിയുടെ കാതിൽ കിടന്ന ഒരു അമൂല്യമായ ഒരു മണിരത്നം കളഞ്ഞുപോയി. അപ്പോൾ ശിവൻ എന്ത് ചെയ്ത്, ശിവൻ ഭൂതഗണങ്ങളൊക്കെ വിട്ട് അന്വേഷിപ്പിച്ച് നോക്കി, നടപടിയായില്ല. അവസാനം കുപിതനായ ശിവൻ എന്ത് ചെയ്ത്, നാഗങ്ങളുടെയും രത്നങ്ങളുടെയൊക്കെ രാജാവായ ശേഷ് നാഗേഷിൻ്റെ അടുത്ത് കുപിതനായിട്ട് ശേഷ്നാഗിൻ്റെ അടുത്ത് കലിപ്പായിട്ട് പറഞ്ഞ് സംഭവം എങ്ങനെയും കണ്ടുപിടിച്ചതെന്ന് പറ്റുള്ളൂ. അപ്പോൾ ശേഷ്നാഗേഷ് എന്ത് ചെയ്ത്, പുള്ളി പാതാളത്തിൽ നിന്ന് ഒരു ശുദ്രജലം പുറപ്പെടുവിച്ചെന്നാണ്. അപ്പോൾ ആ ജലത്തിലൂടെ കുറേ വൈരങ്ങളും രത്നങ്ങളും അവസാനം പാർവതിദേവിയുടെ ആ മണിയും കിട്ടി. അപ്പോൾ ബാക്കി വന്ന ഈ വൈരങ്ങളും രത്നങ്ങളും കല്ലാക്കി മാറ്റുകയും ഈ മണി പാർവതി ദേവിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഇതിന് മണിക്കരൻ എന്ന് പേര് വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ജലം, അതായത് അന്ന് ശേഷനാഗേശ് പുറപ്പെടുവിച്ച ജലം ഇപ്പോഴും ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഇവിടെ നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ്, ഏത് മഞ്ഞ് വീഴുന്ന കാലത്താണെങ്കിലും ചൂടുവെള്ളം വരുന്ന ഒരു ഉറവയുണ്ട് ഇവിടെ. അപ്പോൾ ആ ശേഷനാഗേശിൻ്റെ ശേഷനാഗ് ഓക്കെ എന്താ പൊന്നോ ശേഷനാഗിൻ്റെ ആ അന്നത്തെ ജലമാണെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മണിക്കരനകത്തേക്ക് കയറാം. അതെവിടെന്നാ വന്നത് ചോദിച്ചാൽ ഭൂമിയിൽ നിന്ന്. അതല്ല പറഞ്ഞ അതിൻ്റെ അകത്തുണ്ടെന്ന്, അതിൻ്റെ അകത്തേക്ക് പോവാം. നമ്മൾ ഗുരുദ്വാരയുടെ അകത്തേക്ക് കയറി ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ട് കേവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല ചൂടുണ്ടല്ലേ? ആ മഞ്ഞുള്ള സമയത്തൊക്കെ വരണം, അപ്പോഴും ഈ ചൂടുണ്ടാവും ഇതിനുള്ളിൽ. ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് ഹോട്ട് കേവ്. അതേ കയറിട്ടോ, ഇതിനുള്ളിൽ കൂടി കയറും. ആ കയറിക്കോ. അങ്ങോട്ട് പോയി പോട്ടേക്കോ. Now you are in the jail. എന്നിട്ട് അപ്പുറത്ത് കൂടി ഇറങ്ങിയോ? ഇതിലോ ഇതിലിറങ്ങിക്കോ. ഇതുണ്ട് ആവി തന്നെ ഉണ്ട്, ആവി, ചൂടുവെള്ളത്തിൻ്റെ ആവിയാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. പൊള്ളിയാ, ഇങ്ങോട്ട് വാ. ആ വാ, ഇതാണ് ശേഷനാഗിൻ്റെ പവറാണ്. ഹോട്ട് കേവിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഗായ്സ്. ഇപ്പൊ തണുപ്പായില്ലേ? ചെരുപ്പ പുറത്തിറന്നോളൂ. ഗുരുദ്വാരയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മൊരു മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. പിന്നെ ഈ ഗുരുദ്വാരയുടെ ഉള്ളിൽ തന്നെ ഒരു അന്നദാനത്തിൻ്റെ ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറിയില്ല. പിന്നെ ചിക്കനൊക്കെ കഴിച്ചേക്കണോണ്ടേ അങ്ങോട്ട് കയറാൻ നിന്നില്ല.
തൽവാർ പിടിച്ച കൈകളാണ്. അതെ അതെ അതെ, പണി നടത്താൻ വേണം. എന്തോ എന്തരോ ആയുധശേഖരങ്ങളാണ് കാഴ്ച ഇവിടെ. വാള്, മലപ്പുറം കത്തി മുതൽ, മലപ്പുറം കത്തി പിന്നെ എന്താണ് പറയണ, അമ്പും വില്ല് അല്ല, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഓ ഇവിടെ ഇടിവളയൊക്കെ ഉണ്ടല്ലോ, വാളുകളുടെ ശേഖരമുണ്ടല്ലോ അവർക്ക്. पापा पापा ये देखो वो आइटम നമ്മൾ വന്നപ്പോ കണ്ട ഘോഷയാത്രയില്ലേ, അത് ഈ നമ്മ കയറിയ വഴിയല്ല വരുന്നത്, വേറെ വഴിയാണെന്ന് തോന്നില്ല. അത് ഇവിടെ എത്തി, ഈ അമ്പലത്തിന്റെ അവിടെ. ഇപ്പൊ ആ രഥം താഴ്ത്തുണ്ട് കേട്ടോ, അവിടെ താഴ്ത്തായിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോന്ന് അറിയില്ല. മരം നോക്കിയേ, ഇത് വെറൈറ്റി പൂ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഏതാണ്ട് മാർക്കറ്റ് കഴിയാറായി ഗായ്സ്. മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ മണിക്കരൻ ബസ് സ്റ്റാൻഡ്, അവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് ബസ് കയറി സ്ഥലം വിടുന്നു. നമ്മൾ മണിക്കരന്റെ പുറത്തേക്ക് എത്തി. ആക്ച്വലി ലോക്ക് എന്താ സംഭവം, എനിക്ക് ഗസ് പറു. റിലേഷൻഷിപ്പിലെന്തെങ്കിലായിരിക്കും ഇവിടെ ഒന്ന് ലോക്ക് ചെയ്താൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാമുകി കാമുകൻ ലോക്കാണല്ലോ. അപ്പോൾ നമ്മൾ മണിക്കരയിൽ നിന്ന് എക്സിറ്റ് എടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ബസ് കയറുക, തിരിച്ച് റൂമിലേക്ക് പോവുക. അപ്പോൾ അവിടെ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നൈസ്. ബസ് സ്റ്റാൻഡിൽ 2 ബസ് കിടപ്പുണ്ട്, അത് രണ്ടും ചോദിച്ചിട്ട് പോകില്ലെന്നാണ് പറയണത്. തിരിച്ച് നടക്കേണ്ടി വരുമോ, നടക്കേണ്ടി വരുമോ? ബസ്സിന് പണി കിട്ടി, ബസ് പോകുന്നില്ല. അത് നമുക്ക് തിരിച്ച് നടക്കേണ്ടി വരും. ഒരു 2 കിലോമീറ്റേഴ്സ് തിരിച്ച് നടക്കാം. വേറെ 2 ബസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി പോകില്ലെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് പയ്യെ നടക്കാം. അവിടെ ചോദിച്ചപ്പോൾ ബസ്സൊന്നും പോകില്ലെന്നാണ് കേട്ടത്. ഇനി ഉണ്ടെങ്കിൽ ടാക്സി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. തിരിച്ച് നമ്മൾ റൂമിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഫുള്ള് നടക്കേണ്ടി വന്ന്, ബസ്സൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ പോരാത്തതിനാണെങ്കിൽ അവൾക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് അവളെയും കുറച്ച് ചുമക്കേണ്ടി വന്നു. ഒരു 1 കിലോമീറ്റർ, ഒരു 1 കിലോമീറ്റർ, വളരെ കുറച്ച്. അതാണ് ഈ വേർതിരിക്കണത്. അപ്പോൾ കസോൾ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും മണിക്കരൻ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിൻ്റർ ടൈമാണെങ്കിൽ പൊളിക്കും.
അപ്പോൾ നമുക്ക് മണിക്കരൻ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ.